നമ്മൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ മലൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത ഫുള്ള് മലകളെ കൊണ്ട് ചുറ്റിയിട്ടാട്ടോ. കണ്ടങ്ങള് കടൽ, അതിനോടുള്ള മലൻ്റെ മുകളിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ. ട്രെയിന് പോലെ തന്നെ ആണല്ലോ. എന്താ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടോ. ഇതൊരു പുതിയ ഐറ്റാണ്. വാവ്, സംഭവം ഒരു രാജകൊട്ടാരം. അതായത് ഒരു ഓഷ്യൻ വ്യൂ ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ഓഷ്യൻ വ്യൂ തരികയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവൻ്റെ കൂടെ പോയിക്കൊണ്ട് ഓനെ തള്ളിക്കൊണ്ടുപോകും കേട്ടോ. ലോകത്ത് ഏത് പുതിയതുണ്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഐലൻഡ് മൊത്തം ഇതാട്ടോ. നമ്മൾ തുടങ്ങിയത് ഇതാ ആ താഴത്തുള്ള ആ ഭാഗത്ത് നിന്നാട്ടോ. അടിപൊളി കാഴ്ചകൾ കേട്ടോ. കടലും മലയും അവിടെ നടക്കുന്നത് നിന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? സുഖല്ലേ? അപ്പം നമ്മളെ ഹോങ്കോങ്ങിലെ 3-ാമത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഓഷ്യൻ പാർക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എല്ലാം മൃഗശാല, പിന്നെ അതേപോലെ ഫിഷുകൾ, ഡോൾഫിന്, പെൻഗിന്, നമ്മളെ അങ്ങനെ ഒരുപാട് എല്ലാം നമ്മൾ റെയറായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയൊരു ലോകമാണ്. അപ്പോൾ ഇന്ന് അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാട്ടോ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക, കാണുക. എന്നാൽ പോരി. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പറ്റാമെന്ന് അറിയില്ല. പെട്ടെന്ന് നല്ല ഉഷാർ മഴ സൈഡിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഓഷ്യൻ പാർക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തൊക്കെ പറ്റൂല എന്നൊന്നും അറിയില്ല. ഒക്കെ അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ മഴേൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഴയ്ക്ക് പറ്റുന്ന പരിപാടിയിലേക്ക് മാറും കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ ആക്റ്റീവ് ആയിരിക്കും എന്തായാലും. മഴ കണ്ടില്ല നിങ്ങൾ, ഹോങ്കോങ്ങിലെ മഴ കേട്ടോ, അടിപൊളി മഴയാണ്. നമ്മൾ ആ പറഞ്ഞ ട്രാം ഇങ്ങനെ വരിവരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാട്ടത്. അപ്പോൾ നമ്മൾ ഓഷ്യൻ പാർക്കിലേക്ക് നമ്മൾ ഇവിടുന്ന് പോകുമ്പം ബസ് ചെറിയ ബസ്സാട്ടോ. ഈ ചെറിയ ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹിൽ ഏരിയകളിൽ ചെറിയ ആൾക്കാർ താമസിക്കുന്ന ഏരിയകളിലേക്ക് ഹോങ്കോങ്ങിൽ വലിയ ബസ് ഉണ്ടാവില്ല. ചെറിയ ബസ്സുകളാണ് ചെറിയ ഏരിയയിലേക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ഓഷ്യൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബസ് നമ്മൾ കേട്ടോ. ചെറിയ ബസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോങ്കോങ്ങിൽ നല്ല സൗകര്യമാണ്. 12:30 ഇപ്പം നമ്മൾ ഇവിടെ സെൻട്രൽ ഭാഗത്തുനിന്നും വാൻചായ് ഭാഗത്തുനിന്നും അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ചാർജ് കേട്ടോ. ചെറിയ ബസ്സിൽ കേട്ടോ ഇത്രയും സീറ്റുകളേ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓഷ്യൻ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓഷ്യൻ പാർക്കിൻ്റെ എൻട്രൻസിലാണ് ഇപ്പം നമ്മളുള്ളത്. കണ്ടില്ല നിങ്ങൾ, ഓഷ്യൻ പാർക്കിൻ്റെ ഓരോരോ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആട്ടോ. ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. മേരിയോട്ടിൻ്റെ ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ. മേരിയറ്റ് ഹോട്ടൽ ഓഷ്യൻ പാർക്ക് കണ്ടില്ല നിങ്ങൾ. ഇവിടെ മേരിയറ്റിൻ്റെ ഒരു ഹോട്ടലുണ്ട്, പല ഹോട്ടൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓഷ്യൻ പാർക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഇതാ നമുക്ക് ഇതാ കേബിൾ കാറൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാട്ടോ. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് പോയിട്ട് നമുക്ക് എൻക്വയറി ചെയ്യാം. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക്, ഓഷ്യൻ പാർക്കിൻ്റെ എൻട്രൻസ് ആണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ മലയും പ്രദേശങ്ങളും ഒക്കെയാണ് ഇതിന് ഉൾപ്പെട്ടത് കേട്ടോ. ഇവിടെ പാണ്ടൻ്റെ ഒരുപാട് എന്താ പറയുക പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഓഷ്യൻ പാർക്കിൻ്റെ ബാക്കി ടിക്കറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഒരു അന്വേഷണം നടത്താൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ദിവസത്തെ ചാർജ് 490 ഹോങ്കോങ് ഡോളറാണ്. അപ്പോൾ നമ്മൾ 3 പേര് കയറി. ഇർഫാന് ഇന്ന് ചെറിയ വർക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഓന് വേറൊരു സ്ഥലത്ത് സൗകര്യത്തിൽ ഇരിക്കുകയാണെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഓന് ഡ്യൂട്ടി ടൈം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമാണ് വന്നു കേട്ടോ. ഇന്ന് വൈകിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് നേരിട്ടിട്ടാണ് എയർപോർട്ടിലേക്ക് പോവുക. കാരണം നമ്മളെ റൂം ഇന്ന് വെക്കേറ്റ് ചെയ്തു. നമ്മൾ ഇതുകൂടി ഉള്ളതുകൊണ്ട് ഇതുകൂടി കഴിച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്. ഒരു ദിവസം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ, അങ്ങനെ കൈകാര്യം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് യാത്രേൻ്റെ പ്ലാനിങ് ഞാൻ വിശദമായിട്ട് അല്ലാതെ അറിയിക്കും. അല്ലാതെ ഞാൻ അതിനായിട്ടൊരു എപ്പിസോഡ് ഡീറ്റെയിൽസ് നമ്മളെ യാത്രേൻ്റെ എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്ന, സൗകര്യമായിട്ട് കിട്ടുന്ന, സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, ചിലവ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇതാണ്, ഓഷ്യൻ പാർക്ക്. ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ. ഒറ്റ എപ്പിസോഡേ ഉള്ളൂ. മറ്റേത് ഇവിടെ ഒരു 10 എപ്പിസോഡ് എടുത്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ എപ്പിസോഡിൽ നമ്മളിത് അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം
അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നഷ്ടമില്ലാതെ ലാഭങ്ങൾ, കാര്യങ്ങൾ, ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് കാണും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ലഗേജ് നിങ്ങളിലുണ്ടെങ്കിൽ അത് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ലോക്കർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഉള്ളോട്ട് കയറുമ്പോൾ ലോക്കർ സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി പലതും അങ്ങനത്തെ ഫെസിലിറ്റി ആയിട്ട് ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് ചിലവഴിക്കാം. 7 മണി വരെ കേട്ടോ. 7 മണി വരെ നമുക്ക് ലോക്കർ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഇന്നിവിടെ ഭയങ്കര മഴയാണ്. അതിനെക്കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇനി നോക്കാം എന്തൊക്കെ നടക്കും എന്നുള്ളത്. മഴ ലേശം ചോർച്ച ഉണ്ട് കേട്ടോ. ഈ ചോർച്ച വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. ഇവിടെ പാണ്ഡൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൽഡർ സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ എന്നിട്ട് യിങ് അതാണ് പേര്. യിങ് എന്ന് പറയുന്നതാണ് പാണ്ഡൻ്റെ പേര് കേട്ടോ. പിന്നെ ഇതുപോലെ പാണ്ഡൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഇവിടെ പാണ്ഡൻ്റെ ഗെയിമുണ്ട്, സംഗതികളുണ്ട്. ഇത് അവിടെയൊക്കെ സംഗതികളാട്ടോ. ഫുള്ള് കൺവെൻഷൻ അലയൻസ് അങ്ങനെ ഓരോരോ. ഹായ്, ഇത് പാണ്ഡൻ്റെ ഷോസിൻ്റെ കേട്ടോ. ദ കപ്സ് ചാനൽ പാണ്ഡ ഷോസാണ്. പാണ്ഡൻ്റെ സ്ഥലത്തേക്ക് കാണാൻ പോവുകയാണ്. ഇവിടെയൊക്കെ പാണ്ഡൻ. ഹലോ, ഹായ്. അപ്പോൾ ഇവിടെയൊക്കെ പാണ്ഡൻ്റെ ആ ഒരു ത്രില്ലായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു പാണ്ഡ വ്യൂവിലാണ് നമ്മളുള്ളത് ഇപ്പോൾ. ഇവിടെ ഇതാ ഇതേപോലത്തെ ചിത്രങ്ങളും പിക്ചറുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പാണ്ഡൻ്റെ ഒരു കാട്ടിൽ പാണ്ഡ നിൽക്കൽ ഏത് ഭാഗത്താണെന്നുള്ളതിൻ്റെ ഒരു ഫീലിങ്സാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. പാണ്ഡ അങ്ങനെ തൂങ്ങിക്കിടക്കല്ലോ, ആ തൂങ്ങിക്കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അതിൽ കാണിക്കുന്നത്. പാണ്ഡ ഫൺ സ്റ്റാമ്പ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പാണ്ഡനെ പറ്റിയിട്ട് ഓരോരോ നോളജുകളും. യിങ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ പേര് യിങ്. ഹലോ. അങ്ങനെ നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പുറത്തേക്ക് വരിക കേട്ടോ. അതാണ് ഇതിൻ്റെ പാണ്ഡൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവന്നത്. പുറത്തേക്ക് എത്തി. വീണ്ടും ഇനി അടുത്ത ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്, അടുത്ത സ്ഥലത്തേക്കാണ്. കേബിൾ കാറിൻ്റെ ഭാഗം കേട്ടോ. ഇതിൻ്റെ അകത്തേത്തെ നമുക്കുള്ള കേബിൾ കാറിൻ്റെതാണ്. അപ്പം അവിടേക്കൊന്ന് പോയി നോക്കാം നമുക്ക്. കേബിൾ കാർ എന്താ സ്ഥിതി എന്നൊന്ന് പോയി നോക്കട്ടോ. ഇവിടുത്തെ എല്ലാ ഇൻഡോർ ഡെക്കറേഷൻസും ഒക്കെ പാണ്ഡനെ വെച്ചിട്ടോ. പാണ്ഡൻ്റെ ഒരു ലോകമാണ് ശരിക്കും. അപ്പം പാണ്ഡൻ്റെ ഫേമസ് ഇവർ തന്നെയാണല്ലോ. ഇവർ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വരെ പാണ്ഡനെ രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ പാണ്ഡനെ അത്രയും ഡെവലപ്പ് ചെയ്തെടുത്ത് കേട്ടോ. വാട്ടർ ഫ്രണ്ട് എക്സ്പ്രസ് ഷോപ്പ്, ഓഷ്യൻ എക്സ്പ്രസ് വാട്ടർ ഫ്രണ്ട് സ്റ്റേഷൻ. അപ്പോൾ അത് വാട്ടർ ഗെയിമിൻ്റെ എന്തോ സംഭവങ്ങളാണ് കേട്ടോ. എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും കൂടി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട്. നമ്മൾ ഓഷ്യാനിക് ഗെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വാട്ടർ? ഇത് നമ്മളെ ഇതുപോലത്തെ ഒരു ട്രെയിന് പോലെ തന്നെ ആണല്ലോ. എന്താ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടോ. ഇതൊരു പുതിയ ഐറ്റമാണ്. ഇതിൽ ഗേറ്റിൽ നമുക്ക് കയറാനും കഴിയും കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ളതാണ്. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഒക്കെ ഒരു പ്രത്യേക ഡെക്കറേഷൻ അല്ലേ, ഒരു പ്രത്യേക ഇൻറ്റീരിയർ വർക്കാണ് ഇവിടെയൊക്കെ കാണുന്നത്. പഴയ കാലത്ത് ആ ഒരു ബ്രിട്ടീഷ് ഓർമ്മകൾ നിലനിർത്തുന്നത് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഉണ്ടാക്കി വെച്ച തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ഗേറ്റുകൾ തുറക്കട്ടോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരുപാട് വാവ് സംഭവം, ഒരു രാജകൊട്ടാരം അടിപൊളിയായി. ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അവിടെ ഡ്രൈവർ, ഇയാളാണ് ഡ്രൈവർ. മൂപ്പരാണ് ഫുള്ള്. ഡോറ് ക്ലോസായി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗെയിം നമുക്ക് നോക്കാം. അതായത് ഒരു ഓഷ്യൻ വ്യൂ ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ഓഷ്യൻ വ്യൂ തരികയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓഷ്യൻ വ്യൂ കിട്ടും നമുക്ക്. എന്തൊക്കെയാണ് ഇനി വരിക എന്നറിയാം, നോക്കാം നമുക്ക്. നമ്മൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ മലൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിനുള്ളിൽ നിന്നൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതാ ഒരു കാട്ടിലൂടെ ഒരു കടലിലൊക്കെ പോയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഇതാട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്നത് ഞാൻ കാണിച്ചില്ല. ഇനി തിരിച്ചെത്തിയിട്ട് കാണിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാഴ്ചകളുടെ നമുക്ക് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഒരു ബോഗിയാണ് ഇപ്പം നമ്മളുള്ളത്.
അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയെന്നാണ് തോന്നുന്നത്. ഇവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടോ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ എൻഡാണ് കേട്ടോ. ഓഷ്യൻ പാർക്കിൻ്റെ എൻഡിലേക്ക് നമ്മൾ വന്നതാണ്. ഇവിടെ നിന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് ഓരോരോ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ വന്ന എൻട്രൻസിലേക്ക് എത്തുകയാണ് ചെയ്യുക. നമ്മൾ അതേപോലത്തെ ഒരു എൻട്രൻസ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാം ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കണ്ടെങ്കിൽ നല്ല വെയിലാണ്. ഇതാണ് ഓഷ്യൻ എക്സ്പ്രസ് സമ്മിറ്റ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാർണിവൽ ഏരിയയിലേക്ക് കിട്ടും. കാർണിവൽ ഏരിയൻ്റെ ഓരോരോ ഗെയിമുകളുണ്ട്. ഏറ്റവും വലിയ ഗെയിമുകളാണ് ഇതൊക്കെ. ഓക്കെ, ഓഷ്യൻ പാർക്ക് എല്ലാം ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മോളും സിനിയും ആ റൈഡിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കയറിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ റൈഡുകൾ പല റൈഡും ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഫുള്ള് മലകളെ കൊണ്ട് ചുറ്റിയിട്ടാട്ടോ. മല, കടൽ, നിങ്ങൾ കണ്ടില്ലേ, ഇത് കടലാണ്. ഈ താഴെ കാണുന്ന സ്ഥലം കടലാണ്. അവിടേക്കൊക്കെ നമുക്ക് പോവാം. ഇതാ ഇവിടുത്തെ ഭാഗങ്ങൾ കണ്ടങ്ങൾ, മലകൾ, കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ. ഞാൻ പിന്നെ പുറത്തിറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവരോട് റിക്വസ്റ്റ് വാങ്ങിച്ചാണ്. ഇവിടെ നിന്ന് ദൂരം വിട്ട് നിൽക്കണം ശരിക്കും. ഇവരിവിടെ നിന്ന് ലോക്ക് ഓണാക്കി കൈ കൊടുത്തു, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ കുട്ടി അതിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. ഗ്രൗണ്ട് ലെവൽ താഴോട്ടേക്ക് പോയി, നേരെ പൊന്താൻ പോവാ. അതാ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ എന്തൊക്കെ തലചുറ്റൽ കാര്യങ്ങൾ വരുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇത്രത്തോളം റോളർ കോസ്റ്ററിൻ്റെ അതാ നേരെ മറിയൽ സ്റ്റാർട്ടായിട്ടോ. കമത്തി മറിയൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. എത്രത്തോളം ആൾക്കാർ ഇതിൽ തല കറങ്ങിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ അറിയാലോ. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ഉള്ള സാധനം കേട്ടോ. ടെൻഷൻ വേണ്ട. അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇവർ ഗേറ്റ് തുറക്കുകയാണ്. മറ്റേ ആൾക്കാർ ആരൊക്കെ തല ചുറ്റിയിട്ട് വീകുന്നുണ്ട് വരുന്നുണ്ടെന്നൊന്നും പറയാനായില്ല. നോക്കാം നമുക്ക്. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ആർക്കും. എന്നാൽ ആരും നല്ല മൂഡിലല്ല. കഴിഞ്ഞ ആൾക്കാരെ മൈൻഡും മൂഡൊന്നുമില്ല. കണ്ണൊക്കെ മൂടിയിട്ടൊക്കെയാണ് വരുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതൊക്കെ എന്തോ സംഭവിച്ചോ ഇല്ല. ഓളോ ചിരിക്കുകയാണ് ചെയ്യുന്നത്. സിനിക്കും ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും മറന്നുപോയില്ല എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ. ഡോൾഫിൻ്റെ ഷോ ആണ് കേട്ടോ. ഇത് നമ്മളെ ഇതിൽ ഇൻക്ലൂഡ് ഉള്ളതാണ്. നിങ്ങൾ ഹോങ്കോങ്ങിൻ്റെ വ്യൂ ഉണ്ടോ ഡോൾഫിൻ്റെ ഷോൻ്റെ അവിടുന്ന് കണ്ടകൾ, കടൽ, അതിനോടുള്ള മലൻ്റെ മുകളിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോൾഫിൻ ഷോയിലേക്ക് പോവാം. അപ്പോൾ അതാണ് കാഴ്ചകൾ. നമ്മളെ ഡോൾഫിൻ ഷോൻ്റെ കാഴ്ചകളാണ്. തുടങ്ങാൻ പോകുന്നുള്ളൂ. ഒരു ഡോൾഫിനുമായിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോൾഫിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോൾഫിൻ്റെ കളികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ഡോൾഫിനാട്ടോ, വലുതാണ്. ഇസയും സിനിയുമാണ് ഇത് കാണുന്നത്. നമ്മളിതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, വ്യൂസ്. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് കൊടുത്താണ് അതിനെ നിർത്തുന്നത്. ഇനി ഒറിജിനൽ ഡോൾഫിന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വരും. അപ്പോൾ ഹീലിൻ്റെ ഇത് കഴിഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ ഓരോ വിഭാഗങ്ങളാണ്. അങ്ങനെ നമ്മൾ ഡോൾഫിൻ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ ഡോൾഫിനെ പുറത്തിറക്കിയിട്ടുണ്ട്.
ഒറിജിനൽ ഡോൾഫിനെ വരുന്നുണ്ട്. ഇവരെ ടൈം ആകുമ്പോഴേക്ക് അതിനെ അതിൽ കൂടെ കൊണ്ടുവരികയാണ്. ഇത് അവൻ്റെ കൂടെ പോയിക്കൊണ്ട് ഓനെ തള്ളിക്കൊണ്ടുപോകും കേട്ടോ. അതാ അവിടുന്ന് ഡോൾഫിൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല ഇങ്ങനെ ഡോൾഫിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ വന്ന് ഇറങ്ങിയത് ഇതാണ് കേട്ടോ. ടണലിൻ്റെ ഉള്ളിൽ കൂടി, ഇതൊരു വലിയ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നത്. ഞാൻ കാണിച്ചില്ലേ നിങ്ങൾക്ക് കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞ വ്യൂ. ഇത് കണ്ടെങ്കിൽ ഈ ഐലൻഡ് മൊത്തം ഇതാട്ടോ. നമ്മൾ തുടങ്ങിയത് ഇതാ ആ താഴത്തുള്ള ആ ഭാഗത്തു നിന്ന് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ കയറി ആ ഭാഗം കഴിഞ്ഞ് ഈ ഭാഗം കാഴ്ചകൾ കണ്ടെങ്കിൽ ഹോങ്കോങ് കാഴ്ചകളാണ്. എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളാട്ടോ. ഇതുപോലത്തെ കുറേ ഐലൻഡുകളാണ് ശരിക്കും ഹോങ്കോങ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് മറിച്ചടിക്കുന്നുണ്ട്. നമുക്ക് എത്ര വട്ടം വേണേ ഇത് കയറാം കേട്ടോ. നമുക്ക് വൈകുന്നേരം 7 മണി വരെ എത്ര വട്ടം വേണമെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ കയറാം. അപ്പോൾ ശരിക്കും ഇതിനോട് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പല വട്ടം കയറി പൂതിയൊക്കെ തീർക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതുപോലത്തെ പുതിയ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. പല ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ലോകത്ത് ഏത് പുതിയതുണ്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര വൃത്തിയാണ്. അത്രയും പൈസ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം വൃത്തിയാണ്. കാര്യങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റാണ് ഇവിടെ കാണാൻ. അപ്പോൾ നമ്മൾ മങ്കി ട്രീ പ്രസൻറ്റഡ് ബൈ ഇത് സൗത്ത് പോളേഴ്സ് സ്പെക്ച്വലി. ഇതെന്താന്ന് പറയുന്നത് പെങ്കിൻ്റെ കേട്ടോ. നമുക്ക് പെങ്കിൻ്റെ ഷോകളാണ്. പെങ്കിനെ കാണാം. നമുക്ക് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടേക്ക് കിടക്കും കേട്ടോ. ഓക്കെ, നമ്മളന്നപ്പം ശരിക്കും അന്റാർട്ടിക്ക ഭാഗങ്ങളിൽ കാണുന്ന പെൻഗിൻ്റെ ഏത് തണുപ്പിലായിരിക്കാം ചിലപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടാകാൻ നോക്കാം നമുക്ക് കേട്ടോ. സംഭവം ഭയങ്കര തണുപ്പാട്ടോ. നല്ല തണുപ്പിലേക്ക് നമ്മൾ കയറി വന്ന ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതാ ഇതിൻ്റെ അകത്തുണ്ട്. വെള്ളം കുടിച്ച് മുങ്ങി നടക്കുക. അവിടെ നടക്കുന്നത് നിന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. നമ്മളെ തിരിച്ചുപോക്ക് കേബിൾ കാറിലാട്ടോ. ഭയങ്കര ക്യൂ ആണ്. തിരിച്ച് ഇവിടെ നിന്ന് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്കുള്ള പോക്ക് കേബിൾ കാറാണ് സർവീസ്. നേരത്തെ വന്നത് ട്രെയിനിലാണ്, നമ്മൾ ഒരു പ്രത്യേക തരം ട്രെയിനിൽ. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പോകുന്നത് കേബിൾ കാറിൽ തിരിച്ചിട്ടിട്ടോ അവിടേക്ക്. പക്ഷെ ഭയങ്കര ക്യൂ, ആള് ഫുള്ളാണ്. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ നിർത്തി വെച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്യാട്ടോ ചെയ്യാം. ഫുൾ വർക്കിംഗ് അല്ല. ഈ കേബിളിൽ നമ്മളുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലൻ്റെ മുകളിൽ നിന്നും നേരെ കടലിലേക്കുള്ള കാഴ്ച കേട്ടോ. ഒരു വേറെ ലെവൽ കാഴ്ചയായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ കേബിൾ കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോ. ഒന്നിൽ 6 പേരാണ് കയറാൻ. ഒന്നിലുള്ള സൗകര്യം 6 പേര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മൾ 3 പേരും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ചകൾ. ഇല്ലേ, അടിപൊളി കാഴ്ചകൾ കേട്ടോ. കടലും മലയും. ഓൾഡ് ഹോങ്കോങ് സിസ്റ്റാട്ടോ. ഇതാണ് ഓൾഡ് ഹോങ്കോങ്. ഹോങ്കോങ്ങിലെ ഷോപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്.
ഓൾഡ് ഹോങ്കോങ്ങിൻ്റെ അതായത് നമ്മളൊരു സ്ട്രീറ്റിലേക്ക് കടക്കുമ്പോഴുള്ള കവറിങ്ങും അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പാണ്ടനെ കാണാൻ പോകട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പാണ്ടനെയാണ്. അപ്പോൾ നമ്മൾ പാണ്ടൻ്റെ മെയിൻ ഏരിയയിലേക്ക് എത്തിയിട്ടോ. എവിടെ പാണ്ട? ഇതാ കിടക്കുന്ന ചിത്രം കേട്ടോ. സാധനം എവിടെ കിടക്കുന്നതിൻ്റെ ഉള്ളിലോ? ഇവിടുത്തെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇളകി കളിക്കുന്നുണ്ട്. പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്പെഷ്യൽ കുരങ്ങനാട്ടോ. കുരങ്ങന്മാർ ഓട്ടോ. നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള എക്കോറിയം അല്ല കേട്ടോ ഇവിടുത്തെ എക്കോറിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. നമുക്കൊരു ഒറിജിനൽ ഫീലിംഗ് തോന്നുന്ന രീതിയിൽ കണ്ടില്ല നിങ്ങൾ. ലോബ്സ്റ്റർ എടുക്കണ്ടോ? അതേമാതിരി ഇതാ ഈ സാധനം സ്റ്റാർ ലോബ്സ്റ്റർ ആ മൂലയിൽ. സാധാരണ ഇതിൻ്റെ ഉള്ളിൽ ലോബ്സ്റ്റർ നമ്മൾ ഉണ്ടാകുന്ന ഭാഗങ്ങൾ കേട്ടോ. കല്ല് ഇതുപോലെ മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഉള്ളിലാണുള്ളത് വന്ന് നിൽക്കുക. ആ ഭാഗമാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ ഫിഷുകൾ അല്ലാതെ നമ്മൾ സാധാരണ കണ്ട എക്കോറിയം പോലല്ല. അതുപോലെ കെട്ടിയുണ്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ രീതിയിൽ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇതാ സ്റ്റാറിനൊക്കെ ഇവിടെ നമ്മളെ കക്ക പോലത്തെ ഇത് അവിടെ ഉണ്ടാക്കി വരുന്ന ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ അതായ രീതിയിലുള്ള ഒരു ആർട്ട് വർക്കിൽ. അപ്പോൾ നമ്മൾ ഈ ഹോങ്കോങ്ങിലെ ഓഷ്യൻ പാർക്കിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ തന്നെ എവിടെയും കാണാൻ പറ്റാത്ത കാഴ്ചകളാണിത്. അപ്പോൾ ഇത് ഒരു വ്യക്തി ടൂർ പാക്കേജ് അല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അവർക്ക് എങ്ങനെ വരാൻ പറ്റും, ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ കാഴ്ചകൾ കാണാൻ എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇതിൽ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബായ്.